വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 11. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരുവാനിരിക്കുന്ന ഏലിയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ ആരാണ്? സ്നാപക യോഹന്നാനെ കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാൻ ഏറ്റവും വലിയവനാണ് എന്ന് അഭിമാനപൂർവ്വം പറയപ്പെടുന്നു. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എന്നും, സ്നാപക യോഹന്നാന്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവ തിരുമനസ്സിന് വിധേയപ്പെട്ട ഒരു സമർപ്പിത ജീവിതമായിരുന്നു. തൻ്റെ താപസ ജീവിതത്തിലൂടെ ലോകത്തിന് വരുവാനിരിക്കുന്ന രക്ഷകനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ലോകത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് സാക്ഷ്യം നൽകുകയും ചെയ്തവനാണ്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞവൻ. ശിരസ് നമിച്ച് അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ യോഗ്യതയില്ലാത്തവൻ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, വലിയവനാണ് എന്ന് പറഞ്ഞ് സ്വയം വിനീതനായി മാറി നിന്നവൻ. സ്നാപക യോഹന്നാന്റെ ജീവിതത്തിൽ നാം കാണുന്ന പുണ്യങ്ങളെല്ലാം തന്നെ ഏറെ മഹത്വപൂർണമായ ദൈവിക പുണ്യങ്ങളാണ്. ലാളിത്യത്തിന്റെയും എളിമയുടെയും ജീവിത വിശുദ്ധിയുടെയും താപസ ജീവിതത്തിന്റെയും കൃപ ഈ സ്നാപക യോഹന്നാനിലൂടെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന്റെ തിരുഹിതത്തിനനുസൃതമായി വിശ്വസ്തയോടെ ജീവിക്കാൻ സാധ്യമാകുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ് സ്നാപക യോഹന്നാൻ. ഈ ലോകത്തിന്റെ എല്ലാ ബലങ്ങളും സ്വന്തമാക്കാൻ കഴിയുമായിരുന്ന സാഹചര്യം കൺമുമ്പിലുള്ളപ്പോൾ അവ പരിത്യജിച്ചുകൊണ്ട് താപസ ജീവിതത്തിന് ഉടമയായി സ്വയം ജീവിതം സമർപ്പിക്കുവാൻ മനസ്സായവൻ. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാകുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. സ്നാപക യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരുവാനിരിക്കുന്ന ഏലിയ. സത്യത്തിൽ യേശു സാക്ഷ്യപ്പെടുത്തുന്നത് ഇസ്രായേൽ ജനം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഏലിയ പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാനാണ് എന്ന് യേശു തെളിയിക്കുകയാണ്. പഴയ നിയമത്തിൽ ഏലിയായിൽ കണ്ട നന്മയും ഗുണങ്ങളും ഇവിടെ പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാനിലും കാണുന്നു. അദ്ദേഹം നീതിയുടെ പ്രവാചകനായി നിലകൊള്ളുകയും സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും രക്ഷകനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. സ്നാപക യോഹന്നാനെ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിന് പകരുവാനും അനേകർക്ക് ക്രിസ്തു സാക്ഷികളായി തീരുവാനും വേണ്ട ആത്മീയ ബലം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. അനുദിനവും